ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് വീഡിയോക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാദേവൻ്റെ അടുത്ത് ചെന്ന് ശങ്കർഭായ് വേണി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ മഹാദേവൻ ചോദിക്കുകയാണ്, എടാ കുട്ടി ശങ്കര, നിനക്ക് ഹരിശ്രീ ഗണപതായ നമ്മ എന്ന് എഴുതാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കുട്ടിശങ്കരൻ മലയാളത്തിലല്ലേ, മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇംഗ്ലീഷിലാണെങ്കിൽ പെട്ടുപോയനെന്ന് പറയുമ്പോഴേക്കും മഹാദേവൻ പറയുകയാണ്, മലയാളത്തിൽ മതി നീ അതിനെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ചോദിക്കും, അച്ഛനിപ്പോൾ എന്തിനാ ഈ ഹരിശ്രീ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മുടെ വേണിമോളുടെ ഉണ്ണി ഉണ്ടാകുമ്പോഴേ ഉണ്ണിയുടെ നാക്കയിൽ എനിക്ക് എഴുതണം, എഡ്യൂക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ പ്രൊഫസറായിരിക്കും എഴുതുന്നത്, എന്നാലും എനിക്കത് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പോൾ ശങ്കർ എന്നെയും കൊണ്ട് ഇത് പറയാൻ പറ്റുമല്ലാന്ന് തോന്നുന്നു, ചീറ്റിപ്പോയി എന്നും പറഞ്ഞ് ഗൗരിയോട് പറഞ്ഞിട്ട് കയറി അകത്തോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുത്തശ്ശി വേണിയും കൊണ്ട് മിറ്റം അടിപ്പിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ലപോലെ കുനിഞ്ഞടിക്കും വേണിമോളെ, എന്നാലേ സുഖപ്രസവം നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ വേണി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇച്ചിരി കുനിഞ്ഞാൽ മതി കേട്ടോ, പക്ഷെ എനിക്ക് ഈ തെങ്ങ് പോലെ പൊക്കമുള്ളതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദിനിയമ്മ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഇപ്പോഴേ ആദർശിൻ്റെ എല്ലാ കാര്യവും നോക്കി 24 മണിക്കൂറും അവൻ്റെ കൂടെയാണ് അമ്മേ, അവൾക്ക് ഇതും കൂടെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അതൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നമ്മുടെ സന്ധ്യ ചേച്ചി വന്നിട്ട് പറയേ, ഇതൊന്നും വേണിമോളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല, സുഖപ്രസവത്തിനാണെങ്കിലേ അത് 7.5 മാസം കഴിയുമ്പോഴാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് തർക്കിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയോട് നമ്മൾ സന്ദേശിച്ച് പറയാം, മുത്തശ്ശി ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശിയും പറയണേ, നീ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം, നീ ഇവിടെ വേണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ കേട്ട് വീണ് നിന്ന് ചിരിക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ നന്ദിനിയമ്മ ഇങ്ങനെ ഇതിനിടയ്ക്ക് പെട്ട് നിൽക്കുവാണ്. വേണിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് വേണി പറയുകയാണ് കേട്ടോ, നിങ്ങൾ രണ്ടുകൂടെ ആദ്യം ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞാൽ ചൂല വെടിയിട്ടിട്ട് വേണി കയറി പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി കലി തുള്ളി പ്രൊഫസറിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എടാ എനിക്കൊരു കാര്യം അറിയണം, നീ ആ സന്ധ്യേനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. പ്രൊഫസറാണെങ്കിൽ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അതവർ വേണിയുടെ കാര്യം നോക്കാൻ വേണ്ടി വന്നതല്ലേ അമ്മേ, അവർ നോക്കട്ടെ, നമ്മളാരും അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സന്ധ്യ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. സന്ധ്യ ചേച്ചി ജയിച്ച പോലെ മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന മുത്തശ്ശി കലി തുള്ളി അവിടുന്ന് കയറി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രാത്രി ചാരങ്ങാട്ട് വീടാണ്. നമ്മുടെ കമലയ്ക്ക് ഗൗരി മരുന്നൊക്കെ കൊടുക്കുവാണ് കേട്ടോ. മരുന്ന് കൊടുക്കാൻ നേരത്ത് നമ്മുടെ കമല ഗൗരിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗൗരി നിനക്ക് എന്ത് പറ്റിയൊരു സങ്കടം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗൗരി പറയുന്നുണ്ട്, ശങ്കർ ഇപ്പം എൻ്റെ അടുത്ത് അഭിനയിക്കുക, എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ധ്രുവൻ്റെ പറയുക ഇപ്പോഴും ശങ്കറെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ കമലയ്ക്ക് ഇപ്പോഴും ഓക്കെ ആവാത്തതുകൊണ്ട് കമല ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ അമ്മയുടെ വട്ട് കുറഞ്ഞോ ഗൗരി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗൗരി ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നമ്മുടെ കമല പറയുകയാണ് കേട്ടോ, എനിക്ക് വിശക്കുന്നു, ഞാനിന്ന് ഫുഡ് കഴിച്ചായിരുന്നു എന്ന് വെച്ചാൽ കരയുവാണ് കേട്ടോ. അപ്പം ഗൗരി വീണ്ടും ഫുഡ് കൊടുക്കുവാണ് കേട്ടോ കമലയ്ക്ക്. അതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ കമല പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലേ ശങ്കർ മാറുകയല്ലേ എന്ന് ചോദിക്കുമ്പം നമ്മുടെ കമലയോട് ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം പറഞ്ഞേ എന്ന് വെച്ചാൽ ഗൗരി ഇങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയാ ശങ്കറിന് മാറ്റം വന്നാലോ എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഗൗരിയും ശങ്കറും മുറിയിരിക്കാൻ നേരത്ത് ശങ്കർ പറയട്ടോ, നമുക്കേ ഇതിപ്പോൾ അച്ഛനോട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അച്ഛൻ അറിയുമ്പോൾ അറിയട്ടെ, പിന്നെ അപ്പം നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അപ്പം നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വേണിയോട് ക്ഷമിക്കുമായിരിക്കും, ഇപ്പം നമുക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞ് പയ്യെ വേണീനെ നമ്മുടെ ഗൗരീനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഉമ്മ വെക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണടയ്ക്കുമ്പോൾ ശങ്കർഭായ് ധ്രുവൻ്റെ മുഖം മനസ്സിൽ വരുവാണ് കേട്ടോ. പെട്ടെന്ന് ഗൗരീനെ മാറ്റിക്കഴിഞ്ഞ് ധ്രുവൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഗൗരി ചോദിക്കുന്നുണ്ട്, ശങ്കറിന് ഇപ്പോഴും എന്നെ സംശയമാണെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ സംശയമായിട്ടല്ല, നിന്നെ ഇത്രത്തോളം അനുഭവിപ്പിച്ച അവൻ്റെ മുഖം എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുവാണ്, ഞാനത് പ്രകടിപ്പിച്ചപ്പോൾ നിനക്ക് വേദനിച്ചെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരിക്കലും നിന്നോടുള്ള സംശയം കൊണ്ടല്ല, എൻ്റെ വടക്കുന്നാഥിൻ്റെ അത്രയും എനിക്ക് വിശ്വാസമുള്ള ഒരാൾ നീയാന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ശങ്കർഭായ് അങ്ങ് തുടങ്ങി, ധ്രുവനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അവൻ മരിച്ചു പോയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു, ഇപ്പോൾ അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവനെ വെറുതെ വിടാനോ എന്ന് വെച്ചാൽ പുള്ളി ഒതുക്കി പിടിച്ചിരുന്ന അമർഷമൊക്കെ പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഗൗരി കണ്ണും തള്ളി നിൽക്കുവാണ് കേട്ടോ. ഗൗരിക്ക് മനസ്സിലായി ശങ്കർ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ധ്രുവനെ തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഗൗരി ഇങ്ങനെ കൂടെ സ്തംഭിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ശങ്കർ ദേഷ്യപ്പെട്ട ധ്രുവനോടുള്ള കലിപ്പ് കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്